ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വിത്ത് അമ്മ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ ഇവിടെ വന്നിട്ട് ഒരു 3-ാമത്തെ ആഴ്ചയായിട്ടുണ്ട്. ബഹ്റൈനിൽ വന്നിട്ട് 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇതുവരെ ഒന്നും ഇതുപോലെ ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വൈകിട്ട് എണീറ്റ് ശ്രീകുട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആവും വരുമ്പോൾ. അപ്പോഴത്തേനും നമുക്ക് പണികളൊക്കെ കഴിച്ച് വെക്കാം. വെള്ളിയാഴ്ചത്തെ പണി പിന്നെ പറയണ്ടല്ലോ, ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് അങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊരു പ്ലാൻ കിട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യുക, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ആള് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ദേ ഈ ഒരു സർക്കസാണ് കേട്ടോ. അവൻ്റെ ബ്ലാങ്കറ്റും അവൻ്റെ ടോയ്സും ഒക്കെ വന്ന് വലിച്ചിവിടെ ഇട്ട് എന്നെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ടോയ്സ് ഞാനിങ്ങനെ എറിയുക, അവൻ പോയി എടുത്തിട്ട് വരും, വീണ്ടും എറിയുക, വീണ്ടും എടുത്തിട്ട് വരും. ഇതൊക്കെയാണ് നമ്മുടെ ആളുടെ മെയിൻ പണി. കൂപ്പർ 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 ഒരു ഹായ് പറയ്, ഒരു ഹായ് പറയ്. ഹായ് ഹായ് കൂപ്പർ, ഹായ്. അങ്ങനെ പുള്ളിയുടെ എന്താ പറയുക, സർക്കസുകളൊക്കെ കഴിഞ്ഞ് ഉറക്കം വരുന്നൊരു മോഡായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കൊടുത്തു ഞാൻ അവന്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ബഹളമായിരുന്നു ഫുഡ് കിട്ടാണ്ട്. അങ്ങനെയാണ് ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റത്. ലേറ്റായി എണീറ്റെങ്കിലും അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ട് അവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ അവൻ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലാളുള്ള സ്ഥിതിക്ക് ഉറങ്ങും എണീക്കും, ഉറങ്ങും എണീക്കും. ഇനിയിപ്പോൾ അമ്മ എണീറ്റിട്ടുണ്ട് അവിടെ. അമ്മ എണീറ്റ നേരെ കിച്ചണിലേക്കാണല്ലോ പോവുക. അപ്പോൾ ഇനി അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അവന് ചോറ് കൊടുത്തത് മുഴുവൻ പകുതി തിന്ന് ബാക്കിയൊക്കെ ഇവിടെ വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നപ്പോൾ കണ്ടത് ഒരാളിരുന്ന് സീരിയൽ കാണുന്നതാണ് കേട്ടോ. സീരിയൽ വെച്ചിട്ട് പക്ഷെ ആളെ കാണാനില്ല. അമ്മ ഇവിടെ രാവിലെ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള പണിയിലാണ്. കൂപ്പറിൻ്റെ കൂടെ കളിക്കാനുള്ള ഇതിനാണ് കേട്ടോ. അവൻ എന്നെ വന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂപ്പർ നോ നോ. ഞങ്ങൾ എല്ലാ വട്ടം ലുലുവിൽ പോകുമ്പോഴും ഈ ബോബിവിയിൽ അന്വേഷിച്ച് പോയിരുന്നു കേട്ടോ. കിട്ടാറില്ല. ഇന്നലെ ഞങ്ങൾ ലുലുവിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ വെച്ചിട്ട് പറയും. ഇപ്പോൾ അമ്മയുള്ള കാരണം അമ്മ നല്ല അടിപൊളിയായിട്ട് ബീഫ് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. ബാക്കിയൊക്കെ അമ്മ ചെയ്തോളൂ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീഫൊക്കെ കഴുകിയിട്ട് നന്നായി വെള്ളം വറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. ഇനി അതിലേക്കുള്ള കാര്യങ്ങൾ ഇതേ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ ബീഫുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് മൂപ്പിച്ച് വെച്ചേക്കണത്. അത് ഏത്
ഈ ടീസ്പൂൺ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ 1 സ്പൂൺ കുരുമുളക് ഇടുക. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്ര സ്പൂണാ? ഇട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത് ബീഫ് കറി, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണമ്മേ. ഞങ്ങൾ സാധാരണ വീട്ടിലെപ്പോഴും വെക്കണ പോലെയാണ് കേട്ടോ വെക്കണേ. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്. ഞങ്ങൾ കുഴയ്ക്കുക, നല്ലോണം നന്നായി മിക്സ് ചെയ്യുക. ഇനി ബീഫ് അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. ബീഫ് മാത്രമല്ല, ഫ്രൈഡേ ആയിട്ട് ഇന്നലെ എൻ്റെ അമ്മ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറുണ്ട്, പിന്നെ ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറക്കാനുണ്ട്. ഇത് കരിമീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മീനും നിവിൻചേട്ടൻ്റെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഇനി ഇതും വറക്കണം. പിന്നെ ചോറ് ഓൾറെഡി റെഡി, നല്ല മട്ടരി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഇത്ര ക്വാണ്ടിറ്റി സബോള മാത്രമാണ് കേട്ടോ ബീഫിലേക്ക് എടുക്കുന്നത്. അമ്മ വയ്ക്കുന്ന ബീഫിൽ അമ്മ അധികം സബോളയൊന്നും ഇടാറില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇതാണ് ഇത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ഇത്ര മതിയില്ലേ അമ്മ? ആ, പിന്നെ പച്ചമുളക് ഇതേ കുറച്ച്, പിന്നെ മല്ലിയില കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് വേപ്പില. ഇപ്പം ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. എത്ര വിസിലടിച്ചമ്മേ? 6 വിസിൽ. ഈ ബോബി അപ്പോൾ ബീഫ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ സബോളയുടെ കൂടെ പച്ചമുളകൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇനി ബീഫ് ഇടാൻ പോകണം കേട്ടോ. മുളക് പൊടി ഇട്ടതിന് ശേഷം മസാലപ്പൊടി ഇട്ടാ ആവശ്യത്തിനുള്ളത്. ഇപ്പം ഞങ്ങളിത് ഈ ഒരു സ്പൂൺ നിറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇരുംജീരകം പൊടിച്ച പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാണ്. ഇനി എന്തിട്ട് വേറെ ഇതിലേക്ക് കഴിഞ്ഞാ? ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇടണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കും. റോസ്റ്റ് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ച് വറ്റിക്കും കേട്ടോ ഈ വെള്ളം. ഇനി ലാസ്റ്റ് മല്ലി. ഉണ്ട് ഇന്നത്തെ ലഞ്ച്. കുറെ കറികളൊക്കെ കൂട്ടിയിട്ട് കുറെ നാളായില്ലേ. എങ്ങനെയുണ്ട് ബീഫ്? നമ്മൾ നല്ല ലുലുന്ന് വാങ്ങിച്ചത് നല്ലതാല്ലേ? ഓക്കെ. അപ്പോൾ ഈവനിങ് ആണ് ഇപ്പം നമ്മളൊന്ന് നടക്കുന്നത്. കാരണം ഈവനിങ് ആണ് ശ്രീകുട്ടനെ ഫ്രീ ആയി കിട്ടിയത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്
പിന്നെ കൂപ്പറിനെയും കൊണ്ട് നടക്കാറിറങ്ങി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രൈഡേ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ, കുറേ പണികൾ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഒരു നടക്കാൻ ഇറങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ. ചേട്ടാ ബൈ ബൈ കൊടുക്കടാ.